بلى قد جاءتك آياتي فكذبت بها واستكبرت وكنت من الكافرين ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة أليس في جهنم مثوى للمتكبرين وينجي الله الذين اتقوا بمفازتهم لا يمسهم السوء ولا هم يحزنون. അതെ, തീർച്ചയായും എന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നെത്തുകയുണ്ടായി. അപ്പോൾ നീ അവയെ നിഷേധിച്ചു തള്ളുകയും അഹങ്കരിക്കുകയും സത്യനിഷേധികളുടെ കൂട്ടത്തിലാകുകയും ചെയ്തു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവരുടെ മുഖങ്ങൾ കറുത്തുരുണ്ടതായി നിനക്ക് കാണാം. നരകത്തിലല്ലയോ അഹങ്കാരികൾക്കുള്ള വാസസ്ഥലം? സൂക്ഷ്മത പുലർത്തിയവരെ രക്ഷപ്പെടുത്തി അവർക്കുള്ളതായ സുരക്ഷിത സ്ഥാനത്ത് അള്ളാഹു എത്തിക്കുകയും ചെയ്യും. ശിക്ഷ അവരെ സ്പർശിക്കുകയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അഊദു ബില്ലാഹി അസ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും സംരക്ഷകനുമായ ലോകങ്ങളുടെ നാഥനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ചാവക്കാട് നിച്ചോപ്പത് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സ്നേഹ സംവാദത്തിലാണ് നാം ഓരോരുത്തരും. പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും തെറ്റിദ്ധാരണകൾ അകറ്റി സ്നേഹ സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും സർവോപരി ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് തിരിച്ചറിയുവാനും ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങളും സ്നേഹ സംവാദങ്ങളും ഫലപ്രദമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്നേഹ സംവാദത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മർമ്മപ്രസക്തമായ വിഷയമായ എന്തുകൊണ്ട് മതം എന്ന വിഷയത്തെയും തുറന്ന മനസ്സുമായി നോക്കിക്കാണണമേ എന്നാണ് ആമുഖമായി ഉണർത്തുവാനുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ വിഷയം എന്തുകൊണ്ട് മതം? ഏറെ പ്രസക്തമായ ഈ വിഷയത്തെ നിശ്ചയിക്കപ്പെട്ട സമയ പരിധിക്കകത്തു നിന്നുകൊണ്ട് വിശദീകരിക്കുവാനാണ് ഈ ഉള്ളവൻ താല്പര്യപ്പെടുന്നത്. കണ്ണും കാതും കൽബും തുറന്ന് ഈ വിഷയത്തെ ശ്രവിക്കണമേ, നോക്കിക്കാണണമേ എന്ന് വളരെ ഗൗരവത്തോടെ ഉണർത്തുകയാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ മതം. എന്താണ് മതം എന്ന മർമ്മപ്രസക്തമായ ചിന്തക്ക് വ്യത്യസ്ത വീക്ഷാകോണുകളിലൂടെ അതിന് മറുപടി കണ്ടെത്താൻ പരിശ്രമിച്ചവർ നമുക്കിടയിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണി എന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തത്വങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത ആളുകൾ ചരിത്രത്തിൽ കടന്നുപോവുകയും അവരുടെ ആശയങ്ങളെ നെഞ്ചിലേറ്റി അത്തരം ആശയങ്ങളെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഇന്ന് നമുക്കിടയിലുണ്ട്. മതം പ്രശ്നമാണ് എന്നും ഒരിക്കലും പരിഹാരമല്ല എന്ന് പ്രഖ്യാപിക്കുകയും സകലവിധ വർഗീയ കലാപങ്ങൾക്കെല്ലാം മൂലകാരണം മതമാണെന്ന് പ്രഖ്യാപിച്ച് മതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ചിന്തയും വീക്ഷണവും വെച്ച് പുലർത്തുന്നവർ നമുക്കിടയിലുണ്ട്.
മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വീക്ഷണവും നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സൈബർ യുഗത്തിൽ മതത്തിനും ദൈവത്തിനും എന്തു പ്രസക്തി എന്ന ചോദ്യശരം ഉന്നയിക്കുന്നവരും നമുക്കിടയിൽ സജീവമാണ്. ഒരിക്കലും മതം മനുഷ്യന്റെ വൈയക്തിക കുടുംബ ജീവിതത്തിലേക്ക്, അവന്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്ന് ശഠിക്കുകയും മതത്തെ ആരാധനാലയങ്ങൾക്കകത്ത് 4 ചുമരുകൾക്കുള്ളിൽ ബന്ധിക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങളും ചിന്തകളും നമുക്കിടയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇവിടെ എന്താണ് മതം എന്ന് കൃത്യമായി അറിയാനും മനസ്സിലാക്കുവാനും മനുഷ്യരെന്ന നിലയിൽ, മതവിശ്വാസികൾ എന്ന നിലയിൽ നാം നമ്മുടെ മനസ്സും മസ്തിഷ്കവും സജീവമാക്കേണ്ടതുണ്ട്. എന്താണ് മതം എന്ന പ്രസക്തമായ ചോദ്യത്തിന് മലയാള ഭാഷയുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അഭിപ്രായം എന്നൊരർത്ഥതലത്തിൽ നമുക്കതിനെ വായിക്കാൻ കഴിയുമെങ്കിലും ആത്യന്തികമായി മതം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താ? മനുഷ്യനെ മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവ തലങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ദൈവികമായ മാർഗദർശനമാണ് യഥാർത്ഥത്തിൽ മതം. ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും പരിധികൾക്കതീതമായി മനുഷ്യ മനസ്സുകളെ ഇണക്കിച്ചേർക്കുകയും മനുഷ്യ മസ്തിഷ്കത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ദൈവികമായ മാർഗദർശനമാണ് മതം. ഈ ദൈവികമായ മാർഗദർശനമായ മതം മനുഷ്യനെ വിശാലതയിലേക്കാണ് നയിക്കുന്നത്, മാനവ സാഹോദര്യത്തിലേക്കാണ് നയിക്കുന്നത്. അതേസമയം ഭൗതിക ദർശനങ്ങളും ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യനെ സങ്കുചിതത്വത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിയിടുകയും അതേസമയം തങ്ങളാണ് മാനവ വിമോചനത്തിന്റെ വക്താക്കളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ മതം മനുഷ്യന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്തിക, സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകൾ തുടങ്ങി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിഖില മേഖലകളെ സ്പർശിക്കുകയും ആ രംഗത്ത് കൃത്യവും വ്യക്തവും പൂർണ്ണവും പ്രായോഗികവും മാനവികവുമായ മാർഗദർശനം നൽകുന്ന ദൈവികമായ മാർഗദർശനമാണ് മതം. ഈ മതം മനുഷ്യനെ മോക്ഷത്തിലേക്കാണ് നയിക്കുന്നത്. ഈ മതത്തെ അറിയുവാനും ഈ മതത്തിന്റെ അടിസ്ഥാന ശിലകളെയും ആശയങ്ങളെയും ആദർശങ്ങളെയും മനസ്സിലാക്കുവാനുമുള്ള സന്മനസ് നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. മതവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തുടങ്ങുന്നത് അടിസ്ഥാനപരമായി ആരാണ് മനുഷ്യനെന്ന പ്രസക്തമായ ചിന്തയിൽ നിന്നാണ്. ആരാണ് മനുഷ്യനെന്ന മർമ്മപ്രസക്തമായ ചിന്തക്ക് പലരും വ്യത്യസ്ത വീക്ഷാകോണുകളിലൂടെയുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു രസതന്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം കാർബണും ഹൈഡ്രജനും സിലിക്കണും മഗ്നീഷ്യവും എല്ലാം കൂടിയ രാസഘടകങ്ങളുടെ ഒരു സംയുക്തമായി മനുഷ്യനെ ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞൻ വ്യക്തമാക്കുമ്പോൾ, ഒരു ജൈവ ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഒട്ടകം, കുരങ്ങ്, പട്ടി തുടങ്ങിയ ജീവവർഗങ്ങളിൽ കേവലം സംസാരിക്കുന്ന ഒരു ജന്തുവായി മാത്രം മനുഷ്യനെ ജൈവ ശാസ്ത്രജ്ഞൻ നിരീക്ഷിക്കുമ്പോൾ, നിരവധി ജന്തുജീവ വർഗങ്ങളിൽ ഒരു സൂപ്പർ അനിമലായി സാമൂഹ്യ ശാസ്ത്രജ്ഞൻ മനുഷ്യനെ നോക്കിക്കാണുമ്പോൾ, കേവലം ഒരു ലൈംഗിക ജീവി മാത്രമായി മനുഷ്യനെ ലൈംഗിക ശാസ്ത്രജ്ഞൻ നിരീക്ഷിക്കുമ്പോൾ, മനുഷ്യൻ ആര് എന്ന പ്രസക്തമായ ചിന്തക്ക് കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇവിടെ ദൈവികമായ മതം പഠിപ്പിക്കുന്നത് സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെട്ട, ഏറ്റവും നല്ല ഘടനയോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട, ലോകത്തെ മറ്റേതൊരു വർഗങ്ങളെക്കാളും ആദരിക്കപ്പെട്ട, സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിലുള്ള അധികാരവും അവകാശവും ലഭിച്ച സവിശേഷ സൃഷ്ടിയായിക്കൊണ്ടാണ് മനുഷ്യനെ മതം നോക്കിക്കാണുന്നത്. വിശുദ്ധ ഖുർആൻ ഇക്കാര്യം ഉണർത്തുകയും ചെയ്തു. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടെ സൃഷ്ടിച്ചിരിക്കുന്നു. ലോകത്തുള്ള മറ്റു ജന്തു ജീവവർഗങ്ങളിൽ നിന്ന് തീർത്തും വ്യതിരിക്തമായി നിലകൊള്ളുകയാണ് മനുഷ്യൻ. പലപ്പോഴും മറ്റിതര ജന്തുജീവവർഗങ്ങൾക്ക് നൽകപ്പെട്ട നൈസർഗികമായ സവിശേഷതകളും പ്രത്യേകതകളും കണ്ട് പലപ്പോഴും മനുഷ്യൻ അത്ഭുതപ്പെട്ടു നിൽക്കുന്നുണ്ട്. എങ്കിലും അവയെക്കാളുമെല്ലാം വളരുവാനും വികസിക്കുവാനും
ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉന്നതിയുടെ പടവുകൾ താണ്ടുവാനുമുള്ള കഴിവും സവിശേഷതയും മനുഷ്യന് മാത്രമാണുള്ളത്. മറ്റുതര ജന്തുവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകപ്പെട്ട നൈസർഗികമായ ഗുണങ്ങളും സവിശേഷതകളുടെയും അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ട പരിധിക്കകത്തു നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ മാത്രമേ അവക്ക് കഴിയുകയുള്ളൂ. കാലം എത്ര പിന്നിട്ടാലും എത്ര കണ്ട് ആ രംഗത്തുള്ള വളർച്ചയിലേക്ക് ലോകം കുതിച്ചാലും തങ്ങളുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ആ അടിസ്ഥാന അറിവുകൾക്കകത്തു നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ മാത്രമേ ഏതൊരു ജന്തുജീവവർഗങ്ങൾക്കും കഴിയുകയുള്ളൂ. ഉദാഹരണം, കാക്കയുടെ കൂട് കണ്ടവരാണ് നമ്മൾ, സുപരിചിതമാണ് നമുക്ക്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മൾ കണ്ട കാക്കയുടെ കൂട്, മുള്ളും അതേപോലെ തന്നെ ചകിരിയുടെ ചില ഭാഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കാക്ക നിർമ്മിക്കുന്ന തന്റെ കൂട്. ഈ 2010-ലും കാക്കയുടെ കൂടിൽ കാര്യമായ മാറ്റവും വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. ഇനിയും കാലങ്ങൾ കഴിഞ്ഞാൽ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞാൽ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മെറ്റലും സിമന്റും ഉപയോഗിച്ചുകൊണ്ട് സുന്ദരമായ സൗധം പണിയുക എന്ന ചിന്ത കാക്കയുടെ തലച്ചോറിൽ ജന്മം കൊള്ളുന്നില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിൽ മനുഷ്യരായ നമ്മുടെ മുൻഗാമികൾ അന്തിയുറങ്ങിയത് എവിടെയായിരുന്നുവോ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഉന്നതമായ സൗധങ്ങളിൽ ഇന്നിന്റെ മനുഷ്യൻ അന്തിയുറങ്ങുമ്പോൾ നാളെ ചന്ദ്രനിൽ എങ്ങനെ വീട് നിർമ്മിക്കണമെന്ന ചിന്തയും പഠനവുമാണ് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്നാൽ അവന്റെ പഠനവും വളർച്ചയും പുരോഗതിയും കുതിപ്പും ഭൂമി ലോകത്ത് അന്തരീക്ഷ പാളികളെ ഭേദിച്ചുകൊണ്ട് ബഹിരാകാശ യാത്ര വരെ എത്തി നിൽക്കുന്ന ശക്തമായ കുതിപ്പുകൾ. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിന്റെ 78-ാമത്തെ വചനത്തിലൂടെ ഉണർത്തി, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. മാതാവിന്റെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ യാതൊന്നും അറിയാത്തവരായിക്കൊണ്ടാണ് നിങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പഞ്ചേന്ദ്രിയങ്ങൾ, അവയിലൂടെ നിങ്ങൾ നേടിയെടുത്ത അറിവുകളുടെ വെളിച്ചത്തിൽ, നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ, യുക്തിബോധത്തിന്റെ വെളിച്ചത്തിൽ വളരാനും വികസിക്കുവാനും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിജയത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കാലെടുത്തു വെക്കുവാനും മനുഷ്യന് കഴിഞ്ഞു എന്നത് മനുഷ്യന്റെ മാത്രം സവിശേഷതയായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, എന്തുമാത്രം തനിക്ക് നൽകപ്പെട്ട സവിശേഷമായ ഈ വ്യതിരിക്തത ഉപയോഗിച്ച് വളരുകയും വികസിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, പുരോഗതിയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഇവയെല്ലാം ഈ രംഗത്ത് തനിക്ക് കനിഞ്ഞു നൽകിയ, ഇവയെല്ലാം തനിക്ക് ഒരുക്കി നൽകിയ ഏകനും അച്യുതീയനുമായ സത്താവിന്റെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കുന്നതിന് പകരം, അവന്റെ കൃത്യമായ നിയമങ്ങൾക്ക് കൽപ്പനകൾക്ക് വിധേയമാകുന്നതിന് പകരം തീർത്തും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും തനിക്ക് നൽകപ്പെട്ട സ്വതന്ത്രമായ കൈകാര്യകർത്തത്തിനുള്ള അവകാശത്തെയും അധികാരത്തെയും ചീത്തയായ മാർഗത്തിൽ ഉപയോഗിക്കുകയും ഒടുവിൽ കൊലയും കൊള്ളയും കൊലവിളിയും അതിക്രമങ്ങളും തോന്നിവാസങ്ങളും നിമിത്തം അധമന്മാരിൽ അധമനായി തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ചിത്രമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന്. ഇങ്ങനെ ആ രംഗത്ത് അധമനിൽ അധമനായി കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ തലമുറ, എന്തെല്ലാം അതിക്രമങ്ങളും തോന്നിവാസങ്ങളുമാണ് ഇന്നിന്റെ മനുഷ്യർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്നാൽ 5 മാസം പ്രായമുള്ള ചോര പൈതലിനെ പോലും ചില കാമരാക്ഷസന്മാർ വെറുതെ വിടാത്ത ഒരു ദുരന്തത്തിന് ലോകം സാക്ഷിയായി കൊണ്ടിരിക്കുന്ന കാലം. എന്തിനേറെ, ശവക്കല്ലറയിൽ അടക്കം ചെയ്ത സഹോദരിയുടെ ജഡത്തെ പോലും കാമ ലക്ഷ്യവുമായി സമീപിക്കുന്ന വികൃതമായ ചിത്രങ്ങൾ, സദാചാര മൂല്യ തകർച്ചകൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കാലം. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ തന്നെ 10 മാസം നൊന്തു പ്രസവിച്ച മാതാവിന്റെ നെഞ്ചകം മൂർച്ചയേറിയ കടാര കൊണ്ട് കുത്തി അവരെ കൊന്നൊടുക്കുന്ന ഇന്നിന്റെ ലോകം. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ തന്റെ ഉറ്റ സഹോദരനെയും ഉടയവരെയും ഉറ്റവരെയും അവരെ നിഷ്കരണം വധിക്കുവാൻ മാത്രം ദുഷ്ടമനസ്സിനുടമയായിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ ലോകം. പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും പിച്ചിച്ചീന്നതിന്റെ ഭാഗമായിക്കൊണ്ട്, നിർഭയത്വത്തെ തച്ചു തകർക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഫാസിസ്റ്റ് ടെററിസ്റ്റ് ചിന്തകളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന പലപ്പോഴും അത്തരം വികൃത മനസ്സിനുടമകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. എന്തുകൊണ്ട് ഇങ്ങനെ? എന്തുമാത്രം ഇത്രമാത്രം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ വളർന്നിട്ടും സാംസ്കാരിക സമ്പന്നതയിലേക്ക് വളരേണ്ട, ഉയരേണ്ട, ധാർമ്മികമായ ഉന്നതമായ മൂല്യ നിലവാരം പുലർത്തേണ്ട മനുഷ്യൻ പലപ്പോഴും നാൽക്കാലികളെ പോലും നാണിപ്പിക്കുന്ന
നാൽക്കാലികളെപ്പോലും നാണിപ്പിക്കുന്ന അധമാവസ്ഥയിലേക്ക് തരം താഴുന്ന ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിന് ഇന്ന് നാം സാക്ഷികളാവുകയാണ്. ഈ അടുത്ത് പത്രമാധ്യമങ്ങളിൽ നാം വായിച്ചു, ആക്സിഡന്റിൽപ്പെട്ട് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന, ശരീരത്തിൽ വെച്ച് രക്തം ചീറി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സഹോദരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ കൂടെയുണ്ടായിരുന്ന യുവാക്കൾ തങ്ങളുടെ ലൈംഗിക ദാഹം ശമിപ്പിച്ച ദുരന്ത വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു. ചില മാധ്യമ പ്രവർത്തകർ ആ വസ്തുതയെ വിശദീകരിച്ചത് മൃഗീയത എന്ന്. ഒരിക്കലും ആ പ്രയോഗത്തോട് യോജിക്കാൻ നമുക്കാവില്ല. കാരണം ഒരു മൃഗവും ഇത്രമാത്രം തരം താഴില്ല, ഒരു മൃഗവും ഇത്രമാത്രം അധപ്പതിച്ചു പോവില്ല. അത്രമാത്രം അധമാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ മനുഷ്യൻ എന്തുകൊണ്ടിങ്ങനെ? അതെ, അടിസ്ഥാനപരമായി മതബോധമില്ലായ്മയും ദൈവ ഭയമില്ലായ്മയുമാണ് ഇത്തരം പച്ചയായ തോന്നിവാസങ്ങളിലേക്കും അതിക്രമങ്ങളിലേക്കും മനുഷ്യൻ അധപ്പതിച്ചു പോവാനുള്ള അടിസ്ഥാന കാരണമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു യുക്തിവാദി ഇപ്രകാരം പ്രതികരിച്ചത്: ദൈവ ഭയമില്ലായിരുന്നുവെങ്കിൽ എന്റെ വേലക്കാരൻ എന്റെ സമ്പത്ത് കൊള്ളയടിക്കുമായിരുന്നു, മതബോധമില്ലായിരുന്നുവെങ്കിൽ എന്റെ ഭാര്യ എന്നെ വഞ്ചിക്കുമായിരുന്നു എന്ന്. ഇവയെല്ലാം, ഇത്തരം അഭിപ്രായങ്ങളെല്ലാം അടിവരയിടേണ്ടതുണ്ട് നമ്മൾ. സഹോദരങ്ങളെ, ഇവിടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്തുമാത്രം മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും, എന്തുമാത്രം മനുഷ്യൻ ആ രംഗത്തുള്ള പുരോഗതിയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും, നന്മ തിന്മകളെ, ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിച്ച് നിർവചിക്കുവാനുള്ള അധികാരവും അവകാശവും മനുഷ്യന് നൽകിയാൽ അവൻ മുന്നോട്ട് വെക്കുന്ന അവന്റെ ധാർമ്മികമായ വീക്ഷണത്തോട് പൂർണ്ണമായി യോജിക്കാൻ നമുക്ക് കഴിയില്ല. അത് വ്യക്തികൾക്കോ ഏതെങ്കിലും ഒരു കൂട്ടായ്മക്കോ ഒരു സംഘത്തിനോ ഏതെങ്കിലും ഭൗതിക ദർശനങ്ങൾക്കാൻ അതിനുള്ള അധികാരമോ അവകാശമോ നൽകിയെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക വീക്ഷണത്തോട് പൂർണ്ണാർത്ഥത്തിൽ യോജിക്കാൻ നമുക്കാവില്ല എന്നതാണ് പച്ചയായ സത്യം. ഇവിടെയെല്ലാം ദൈവം തമ്പുരാന്റെ ലോകങ്ങളുടെ നാഥന്റെ മാർഗദർശനം കൂടിയേ തീരൂ എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തുക തന്നെ ചെയ്യും. എത്രത്തോളം എന്നാൽ, നന്മത്തിന്മകളെ വ്യവച്ഛേദിച്ച് നിർവചിക്കുവാനുള്ള അധികാരവും അവകാശവും വ്യക്തികൾക്ക് നൽകിയാൽ അവർ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക വീക്ഷണത്തോട് നമുക്ക് യോജിക്കാനാകുമോ? ഈ അടുത്ത കാലത്ത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു മോഡൽ തന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട്, സിംഹഭാഗവും പ്രദർശിപ്പിച്ചുകൊണ്ട് ലൈംഗികാഭാസ നൃത്തം സംഘടിപ്പിക്കുന്ന ഒരു മോഡലിന്റെ പ്രതികരണം ഈ രംഗത്ത് നിലനിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെന്നും നിത്യകന്യകയായി ഈ മേഖലയിൽ മുന്നോട്ട് പോകണമെന്നുള്ള സങ്കുചിത ചിന്തയൊന്നും എനിക്കില്ല. സമൂഹം ഒരല്പം വിശാലമായി ചിന്തിക്കണമെന്നുള്ള വിശാല തോന്നിവാസ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന മോഡലിന്റെ അഭിപ്രായ പ്രകടനങ്ങളാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നത്. അഥവാ ചാരിത്ര വിശുദ്ധിക്ക് ഒരു വിലയും നിലയും കൽപ്പിക്കാത്ത തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വീക്ഷണങ്ങൾ. ഇവരുടെ ഈ വിശാല തോന്നിവാസ വീക്ഷണത്തിലേക്ക് വിശാല മനസ്സുമായി യോജിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. കേരളത്തിന്റെ സാംസ്കാരിക കേരളം എന്ന ആവേശത്തോടെ നാം പറയുകയും സംസാരിക്കുകയും ചെയ്യാറുള്ള നമ്മുടെ മണ്ണിൽ, അതേ കേരള മണ്ണിൽ ഈ അടുത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്, പലതവണ പുനഃപ്രസിദ്ധീകരണത്തിന് വിധേയമായത് മാനവും മാംസവും വിട്ട് ജീവിക്കുന്ന ഒരു അഭിസാരികയുടെ ജീവിത കഥയായിരുന്നു. അവരതിലൂടെ പ്രകടിപ്പിച്ച അവരുടെ വികൃതമായ വീക്ഷണങ്ങളോട്, ആ രംഗത്തുള്ള അവരുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട അവരുടെ വികൃത വീക്ഷണങ്ങളോട് പൂർണ്ണാർത്ഥത്തിൽ യോജിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ? ചുവന്ന തെരുവിലേക്ക് നിങ്ങളുടെ മകളാണ് കടന്നു വരുന്നതെങ്കിൽ ഒരു മാതാവെന്ന നിലയിൽ നിങ്ങളുടെ സമീപനം എന്ത് എന്ന ചോദ്യത്തിന് ഞാൻ എൻ്റെ 2 കൈയും നീട്ടി എൻ്റെ മകളെ ചുവന്ന തെരുവിൽ മാനവും മാംസവും കച്ചവടച്ചരക്കാക്കുന്ന ആ കച്ചവട ഭൂമിയിലേക്ക് ക്ഷണിക്കുമെന്ന് പ്രതികരിക്കുന്ന ഒരു അഭിസാരികയുടെ അഭിപ്രായ പ്രകടനമാണ് മലയാള മണ്ണിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് ഓശാന പാടുന്ന സാംസ്കാരിക കൃതികളും സാംസ്കാരിക നായകന്മാരും സാഹിത്യ പടുക്കളും സജീവമാകുന്നു എന്നത് കേരളത്തിന്റെ ശാപമായി ഈ രംഗത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പോകുന്നു ഈ രംഗം. ഇവർ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക വീക്ഷണത്തോട് പൂർണ്ണാർത്ഥത്തിൽ യോജിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ? ഇനി അതല്ല, ഏതെങ്കിലും കൂട്ടായ്മക്ക് നന്മത്തിന്മകളെ ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിച്ച് നിർവചിക്കുവാനുള്ള അധികാരവും അവകാശവും നൽകിയാൽ അവർ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക വീക്ഷണത്തോട് പൂർണ്ണാർത്ഥത്തിൽ മനസ്സു തുറന്ന് യോജിക്കാൻ നമുക്ക് കഴിയുമോ? സഹോദരങ്ങളെ, ഡിസംബർ മാസത്തിലാണ് നമ്മളുള്ളത്. ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ ആണ്, ലോക എയ്ഡ്സ് ദിനം. ലോകം എയ്ഡ്സ് ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആ രംഗത്തുള്ള ശക്തമായ ബോധവൽക്കരണ പരിപാടികളെല്ലാം നടത്തുമ്പോൾ
വിയന്നയിൽ എൽട്ടൺ ജോണിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം നടത്തിയ ഈ രംഗത്തുള്ള ബോധവൽക്കരണ പരിപാടി കേട്ടാൽ ഞെട്ടിത്തെരിച്ചു പോകും നമ്മൾ. വിശാലമായ ഒരു ഹാളിലേക്ക്, ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു എൽട്ടൺ ജോണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം. ആ പ്രോഗ്രാമിലേക്ക്, ആ ഹാളിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ഒരു നൂൽ വസ്ത്രം പോലും അണിയാൻ പാടില്ല. എങ്കിൽ മാത്രമേ അവർക്ക് പ്രവേശനമുള്ളൂ. ആ പ്രോഗ്രാമിന് സാക്ഷിയാകാൻ പോയ അന്നത്തെ ഇന്ത്യൻ അംബാസഡർ മൂക്കത്ത് വിരൽ വെച്ച് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വന്നു എന്നാണ് അദ്ദേഹം തന്നെ പ്രതികരിക്കുന്നത്. അങ്ങനെ ആ വേദിയിലേക്ക് കടന്നു വന്ന, ശരീരം മുഴുവൻ മഞ്ഞ പെയിന്റ് അടിച്ച് ഒരു നൂൽ വസ്ത്രം പോലും സ്വീകരിക്കാതെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കറുത്ത പുള്ളികളിട്ട് കടന്ന് വന്ന ഒരു ഭാര്യയും ഭർത്താവും, മുട്ടുകളിൽ നാൽക്കാലികളെ പോലെയാണ് അവർ കടന്നു വന്നത്. നേരെ സ്റ്റേജിലേക്ക് കടന്നു വന്ന് ആഭാസ നൃത്തം ചവിട്ടിയ അവർക്ക് 1ാം സ്ഥാനം നൽകി ആ സംഘം അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. എന്തിനാണോ ഈ തോന്നിവാസം സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് എൽട്ടൺ ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് നൽകാനുള്ള മറുപടി എയ്ഡ്സ് വിരുദ്ധത എന്ന മഹനീയ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനാണ് തങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നത് എന്ന്. ഇവരുടെ ഈ വീക്ഷണത്തോട് യോജിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ? എന്തിന് നമ്മൾ കടൽ കടന്ന് വ്യത്യസ്ത ലോകരാഷ്ട്രങ്ങളിലേക്ക് പോകണം? തൊട്ടടുത്ത എറണാകുളം ജില്ലയിലെ വൈറ്റില ബൈപ്പാസിൽ വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ 1 ഭാഗമായി എയ്ഡ്സ് വിരുദ്ധത എന്ന ആ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലോകസുന്ദരിയും അതോടൊപ്പം തന്നെ കൂടെ കുറെ സുന്ദരിമാരും പിന്നെ 16കാരനും 66കാരനും വൈറ്റില ബൈപ്പാസിലൂടെ കൂട്ടയോട്ട മത്സരം നടത്തി, മാന്യമായ വേഷവിധാനം പോലും സ്വീകരിക്കാതെ. എന്തിനാണ് ഈ കൂട്ടയോട്ട മത്സരം? എയ്ഡ്സ് വിരുദ്ധതയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗം. ഇങ്ങനെയെല്ലാം ലോകത്ത് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ ഇവരെല്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ധാർമ്മിക വീക്ഷണത്തോട് യോജിക്കാൻ നമുക്കാവുമോ സഹോദരങ്ങളെ? നിങ്ങൾ കോണ്ടം ഉപയോഗിക്കുക, സുരക്ഷിതമായ മാർഗം മാത്രം സ്വീകരിക്കുക, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നില്ല സന്നദ്ധ സംഘടനകൾ. അത്രമാത്രം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ബോധവൽക്കരണങ്ങളുടെ നടപടിക്രമങ്ങൾ. എങ്ങനെയാണ് മനുഷ്യാസ്തിത്വത്തിന്റെ ഉജ്ജ്വലമായ ഭാവതലങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുക? എങ്ങനെയാണ് ധാർമ്മിക സദാചാര മൂല്യങ്ങളിലേക്ക് മനുഷ്യൻ വളരുകയും ഉയരുകയും ചെയ്യുക? ഇത്തരം വികൃത വീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുന്ന കൂട്ടായ്മകൾ സമൂഹത്തിൽ സജീവമായി കൊണ്ടിരിക്കെ ഇനി ലോകം കണ്ട ഏതെങ്കിലും ഭൗതിക ദർശനങ്ങൾക്കോ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്കോ ആണ് നന്മ തിന്മകളെ ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിച്ച് നിർവചിക്കുവാനുള്ള അധികാരവും അവകാശവും നൽകിയതെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന വീക്ഷണത്തോട് പൂർണ്ണാർത്ഥത്തിൽ യോജിക്കാൻ നമുക്കാവുമോ സഹോദരങ്ങളെ? യുവാക്കളെ, നമുക്ക് ഭൂമി ലോകത്ത് സ്വർഗം പടക്കാമെന്ന ഒരു സുന്ദരമായ സ്വപ്നത്തെക്കുറിച്ച് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപനം നടത്തുകയും ലോകത്ത് ഇന്നേ വരെ ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു ഉട്ടോപ്യൻ ആശയത്തെ അതേ സ്വകാര്യത്വത്തിന് പൂർണ്ണമായി തച്ചു തകർക്കുക വഴി മാത്രമാണ് ആത്യന്തികമായി എല്ലാ അർത്ഥത്തിലുള്ള പുരോഗതി നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന അപ്രായോഗികമായ മാനവവിരുദ്ധമായ ആശയങ്ങളും വീക്ഷണങ്ങളും മുന്നോട്ട് വെച്ച കമ്മ്യൂണിസം പോലുള്ള ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിനെ പോലും അതിജയിക്കാൻ താത്വികമായി കഴിഞ്ഞിട്ടില്ല എന്നത് ചരിത്രപരമായ ഒരു പച്ചയായ സത്യമായിരിക്കെ ലോകം കണ്ട ഒരു ഭൗതിക ദർശനങ്ങൾക്കും, അത് ഹ്യൂമനിസം ആകട്ടെ, മാവോയിസം ആകട്ടെ, താവോയിസം ആകട്ടെ, ഏതിയിസം ആകട്ടെ, അവയെല്ലാം മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങളുടെ രംഗത്തും മനുഷ്യർക്ക് നൽകുന്ന മാർഗദർശനത്തിന്റെ രംഗത്തെല്ലാം പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിച്ചിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത ഒരു പരമ യാഥാർത്ഥ്യമാണ്. പിന്നെ എവിടെ നിന്നാണ് മനുഷ്യന് കൃത്യമായ മാർഗദർശനം ലഭിക്കുക? വക്രതയില്ലാത്ത, പുഴുക്കുത്തുകളില്ലാത്ത, പോരായ്മകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത കൃത്യവും പൂർണ്ണവും പ്രായോഗികവും മാനവികവുമായ മാർഗദർശനം എവിടെ നിന്ന് ലഭിക്കുമെന്നത് ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്. ഈ മന്ത്രത്തിന്റെ മുന്നിലാണ് മതം സംസാരിക്കുന്നത്. അതെ, മനുഷ്യർ നിന്നെ സൃഷ്ടിച്ച, നിന്നെ ഏറ്റവും നല്ല ഘടനയോടുകൂടെ വാർത്തെടുത്ത, ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സകല ജീവവർഗങ്ങളിലും ആദരണീയ സൃഷ്ടിയായി നിന്നെ വാർത്തെടുത്ത, സ്വതന്ത്രമായ കൈകാര്യകർത്തത്തിലുള്ള അധികാരവും അവകാശവും നിനക്ക് നൽകിയ ഏകനായ സട്ടാവിൽ നിന്നുള്ള മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം എന്ന് മതം പഠിപ്പിക്കുന്നു. അഥവാ തേനീച്ചക്ക് കൂട് നിർമ്മിക്കുവാനും തേൻ ശേഖരിക്കുവാനും തേൻ ഇന്ന പ്രദേശങ്ങളിലാണ് ഉള്ളത് എന്ന വിവരം വാഗിൽ ഡാൻസിലൂടെ, ഒരു പ്രത്യേകതരം നൃത്തത്തിലൂടെ തന്റെ കൂട്ടിലുള്ള കൂട്ടുകാരികളായ തേനീച്ചകൾക്ക് വിവരം നൽകുവാനുള്ള നൈസർഗികമായ അറിവും കഴിവും മാർഗദർശനവും നൽകിയവനാരോ?
സാൽമൺ മത്സ്യങ്ങൾക്ക് കടലിന്റെ അഗാധ തലങ്ങളിലൂടെ 10,000 കിലോമീറ്ററുകൾ താണ്ടി മാസങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ രക്ഷിതാക്കൾ യാത്ര പുറപ്പെട്ട അതേ സ്ഥലത്ത് രക്ഷിതാക്കളുടെ അഭാവത്തിൽ തിരിച്ചെത്തുവാനുള്ള വഴിയും മാർഗവും വെളിച്ചവും നൽകിയവനാരോ? ലോകത്ത് പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങൾ വരെയുള്ള സർവ്വചരാചരങ്ങൾക്കും കൃത്യവും പൂർണ്ണവുമായ മാർഗദർശനം നൽകിയവനാരോ? അഥവാ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ലോകത്തെ ഈ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ നാഥനായ സട്ടാവിന് മാത്രമേ കൃത്യവും വ്യക്തവും പൂർണ്ണവുമായ മാർഗദർശനം നൽകാൻ കഴിയുകയുള്ളൂ. ആ മാർഗദർശനത്തെയാണ് മതം പഠിപ്പിച്ചത്. കുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. 6-ാം അധ്യായം അൻആമിന്റെ ശ്രദ്ധേയമായ വചനത്തിലൂടെ ദൈവികമായ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. 2-ാം അധ്യായം സൂറത്ത് ബഖറ 38-ാമത്തെ വചനം. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു ലഭിച്ചാൽ ആ മാർഗദർശനത്തെ അനുധാവനം ചെയ്തതിന്റെ പേരിൽ വിരൽ ഗതിക്കേണ്ട ഒരു ദുരന്തം, ഒരു ദുർഗതി ഒരിക്കലും മാനവരാശിക്കുണ്ടാവുകയില്ല എന്ന് ലോകങ്ങളുടെ നാഥൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഈ ദൈവികമായ മാർഗദർശനമാണ് മനുഷ്യനെ മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവതലങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കുകയുള്ളൂ, കൈപിടിച്ചുയർത്തുകയുള്ളൂ എന്ന് സഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മാർഗദർശനം നൽകുന്ന ലോകങ്ങളുടെ നാഥൻ എങ്ങനെയുള്ളവനാണ്? ആരാണ് ഈ സട്ടാവ്? ആരാണ് ഈ ദൈവം തമ്പുരാൻ? അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് നാം ഓരോരുത്തരും. ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയെ വളരെ കൃത്യമായി മതം പഠിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. അതെ, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇല السماء കൈഫ റുഫിഅത് വഇല الجبال കൈഫ നുസിബത് വഇല الأرض കൈഫ സുതിഹത്. വിശുദ്ധ ഖുർആൻ 88-ാം അധ്യായം ഗാശിയിലെ 17 മുതൽ 20 കൂടിയ വരികൾ. ഒട്ടകത്തിന്റെ സൃഷ്ടിഘടനയെക്കുറിച്ച് അവർ പഠിക്കുന്നില്ലേ? ഉപരിലോകത്തെക്കുറിച്ച് അവർ പഠിക്കുന്നില്ലേ? പർവ്വതങ്ങളെക്കുറിച്ച് അതെങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ? ഭൂമിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടത് എന്ന്? ഭൂമിയെ മനുഷ്യർക്ക് ജീവിക്കാൻ ഉതകുന്ന വണ്ണം അത്ഭുതകരമായി സംവിധാനിച്ച, ഒട്ടകത്തെ അത്ഭുതകരമായി വാർത്തെടുത്ത, ഉപരിലോകത്തെ അത്ഭുതകരമായി സംവിധാനിച്ച, പർവ്വതങ്ങളെ ഭൂമിയെ ഇളകാതിരിക്കുവാൻ അത്ഭുതകരമായി സ്ഥാപിച്ച ലോകങ്ങളുടെ നാഥനെ മനസ്സിലാക്കുവാൻ വിശുദ്ധ ഖുർആൻ മനുഷ്യ ധിഷണയോട് ആഹ്വാനം ചെയ്യുന്നു. ഈ ലോകത്തിന്റെ നാഥനെ എങ്ങനെയാണ് ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യന് നിഷേധിക്കാനാവുക? പലപ്പോഴും ദൈവമില്ല എന്ന് മുറവിളി കൂട്ടുന്ന ആളുകൾ, ഈ ലോകത്തൊരു ദൈവമുണ്ട് എങ്കിൽ, ഞങ്ങളെ നയിക്കാൻ ഒരു ശക്തിയുണ്ട് എങ്കിൽ, ആ ശക്തിക്ക് ദൈവം എന്നാണ് പേരെങ്കിൽ, ആ ശക്തിയെ ഞങ്ങളിതാ കൊന്നിരിക്കുന്നു എന്നും ഗോഡ് ഈസ് ഡെഡ് എന്നുള്ള കൊലവിളിയുമായി യൂറോപ്പിന്റെ തെരുവീതികളിലൂടെ അണിഞ്ഞ വസ്ത്രങ്ങൾ പോലും കീറി വലിച്ചെറിഞ്ഞ് ഭ്രാന്തൻ ആശയങ്ങളുമായി മുറവിളി കൂട്ടി അലഞ്ഞു നടന്ന ചില താത്വികാചാര്യന്മാർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും, തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ തങ്ങൾ ആദ്യമായി ചെയ്യുന്ന കർമ്മം ദൈവത്തെ കൊല്ലുക എന്ന മഹനീയ കർമ്മമായിരിക്കും. തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ദൈവം അത്യുന്നതമായ സ്വർഗത്തിൽ കയറി അഭയം തേടിയാൽ അങ്ങോട്ട് കടന്നു ചെന്ന് അത്യുന്നതമായ സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് ദൈവത്തെ എന്നെന്നുമായി ഞങ്ങൾ നിഗ്രഹിക്കുമെന്ന കൊലവിളി നടത്തിയ ചില ഇത്തരത്തിലുള്ള ഭൗതിക ദർശനത്തിന്റെ വക്താക്കളും ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ബുദ്ധിയും വിവേകവുമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒട്ടകത്തിന്റെ സൃഷ്ടിഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിന്റെ നാഥന്റെ ആ സാന്നിധ്യത്തെ നിഷേധിച്ച് തള്ളാനാവുക? പലപ്പോഴും മനുഷ്യൻ പരിണാമ സൃഷ്ടിയിലെ കണ്ണിയാണെന്നും അവന്റെ മുൻഗാമി കാട്ടുകുരങ്ങാണെന്നും എല്ലാം തന്നെ സ്ഥാപിക്കുവാൻ വേണ്ടി, വികലമായ ആശയങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച പരിണാമവാദ ആശയത്തിന്റെ താത്വികാചാര്യനായ ഡാർവിൻ എന്ന ബുദ്ധിജീവിക്ക് വരെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാന നിമിഷങ്ങൾ വരെ ഒട്ടകത്തിന്റെ പരിണാമദശയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു നിർവചനം നൽകാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി? മനുഷ്യന്റെ കണ്ണിന്റെ പരിണാമദശയെക്കുറിച്ച് ഇന്നും ഇക്കാലം അത്രയുമുള്ള പരിണാമവാദികൾക്ക് എന്തുകൊണ്ട് കൃത്യമായൊരു നിർവചനം നൽകാൻ കഴിയുന്നില്ല? മർമ്മപ്രസക്തമാണ് ഈ ചിന്തകൾ. ഒട്ടകം വിളിച്ചോതുന്നു ഈ മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന്. മനുഷ്യന്റെ കണ്ണുകൾ സാക്ഷ്യം വഹിക്കുന്നു ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട് എന്ന്. ആ സട്ടാവിനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഈ ലോകത്തിനൊരു അധിപതിയുണ്ട് എന്ന വളരെ കൃത്യമായ ഒരു ആശയത്തിലേക്ക് സൂചന നൽകുകയാണ് യഥാർത്ഥത്തിൽ മറ്റിതര ദാർശനിക പ്രമാണങ്ങളും. ഉദാഹരണം, മുണ്ടകോപനിഷത്തിലെ 2-ാം മുണ്ടകത്തിലെ 2-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനത്തിൽ നതത്ര സൂര്യോപാധി നക്ഷത്ര താരകം
നേമാ വിദ്യുതോപാന്തി കുതോയമഗ്നി തമേവ ബാന്ധം അനുപാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ന തത്ര സൂര്യോ, സൂര്യൻ പ്രകാശിക്കുന്നില്ല. ന ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. ന താരകം, താരസമൂഹങ്ങൾ പ്രകാശിക്കുന്നില്ല. നേമാ വിദ്യുതോപാന്തി, വിദ്യുത്വക്കൽ മിന്നലുകൾ പ്രകാശിക്കുന്നില്ല. കുതോയമഗ്നി, അഗ്നിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? തമേവ ബാന്ധം അനുപാതി സർവം